ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫയർമാൻ തസ്തികയിൽ +2 ലെവൽ മെയിൻ എക്സാം ചോദിച്ച മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും തുടർന്നൊരു 10 GK ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മലയാളം PSCയുടെ മുൻകാല ചോദ്യങ്ങൾ തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഈ ചോദ്യവും ഉത്തരവും നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഒരു ഗവൺമെൻറ് സർവീസാണ് ലക്ഷ്യമെങ്കിൽ അതിൽ ഏറ്റവും സഹായമാകുന്നത് അൺഅക്കാഡമി ആപ്ലിക്കേഷൻ. ഇതിലിപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എല്ലാവരുടെയും സ്വപ്ന തുല്യ ജോലിയായ KAS എക്സാം. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രയോജനകരമായി ഇപ്പോൾ 20% ഡിസ്കൗണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുവേണ്ടി RAcademy10 എന്ന കോഡ് എല്ലാവരും റെഫർ ചെയ്യാവുന്നതാണ്. തുടർന്ന് ഇപ്പോൾ നടന്നു വരുന്ന ബാച്ച് കോഴ്സുകൾ ഏറ്റവും പ്രധാനം 150 ദിന കംപ്ലീറ്റ് ബാച്ച് കോഴ്സാണ്. ഇത് SCRT സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ദൗത്യം. ഇതൊരു 150 ദിന ബാച്ച് കോഴ്സാണ്. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. തുടർന്നുള്ളത് ആരംഭം. ഇതൊരു 100 ദിന കംപ്ലീറ്റ് ബാച്ച് കോഴ്സാണ്. 10th ലെവൽ പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നു. തുടർന്നുള്ളത് ഉയരെ. ഇതാണ് KAS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ളത്. തുടർന്നുള്ളത് അറിവ്. ഇതൊരു 150 ദിന SCRT സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസുകൾ. തുടർന്നുള്ളത് ജേതാവ്. ഇത് ബെവ്കോ LD എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നു. കൂടാതെ ഈ ക്ലാസ്സുകളിൽ എല്ലാം തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്തു എന്നറിയാൻ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഈ ടെസ്റ്റ് സീരീസിൽ ഉയർന്ന റാങ്ക് മേടിക്കുന്നവർക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഒരുപാട് ഓഫേഴ്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് സർവീസ് ലഭിക്കട്ടെ. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദ ഡാഷ് യു. അപ്പോൾ എന്താണ്? കണ്ടീഷണൽ സെനൻസ് ആണ്. എന്ത്? ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ കണ്ടീഷണൽ സെനൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെനൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് നോക്കുമ്പോൾ ഇഫ് ചേർന്ന് വരുന്ന ഒരു ഭാഗവും കാണും, അതിൻ്റെ മെയിൻ ക്ലോസുള്ള തൊട്ട് അടുത്ത ഭാഗവും കാണും. ഇവിടെ ഇഫിൻ്റെ കൂടെ ഉള്ളത് യു ഹാഡ് ടോൾഡ് ആണ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? മെയിനായിട്ട് വുഡ് കാണും, ഹാവ് കാണും, പിന്നെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളും കാണും. ഏതൊക്കെ കാണും? ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് വുഡ് കാണും, ഹാവ് കാണും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ വുഡ് ഹാവ് ഉള്ളത് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിൽ തന്നെയുണ്ട്. വുഡ് ഹാവ് ബിലീവ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വില്ലായിരിക്കും വരിക. ഇവിടെ പാസ്റ്റ് സിമ്പിൾ ആയിരുന്നു എങ്കിൽ എന്താ വരിക? വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ വുഡ് പ്ലസ് ബിലീവ്. അപ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പാസ്റ്റ് പെർഫെക്റ്റ് ആയതിനാൽ വുഡ് വരണം, ഹാവ് വരണം, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളും വരണം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവരി വീക്ക്. അപ്പോൾ നെയ്തർ ഓർ നോർ കൊണ്ടിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നെയ്തർ നോർ അല്ലെങ്കിൽ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടിൽ കൂടുതൽ വ്യക്തികളുണ്ട്. അങ്ങനെ എങ്കിൽ അതിൻ്റെ ഓക്സിലറി വെർബ് എന്തായിരിക്കും? വെർബ് വരുന്നത് എന്തായിരിക്കും? ഗോ ആയിരിക്കും. പ്ലൂറൽ തന്നെയായിരിക്കും. ഇവിടെ ഗോസ് എല്ലാം സിംഗുലർ ആണ്. ഈസ് ഗോയിങ് സിംഗുലർ ആണ്. വാസ് ഗോയിങ്ങും സിംഗുലർ തന്നെയാണ്. അപ്പോൾ പ്ലൂറൽ ആയിട്ടുള്ളത് ഗോ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഹി സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. എന്ത് വരും? ടു. അപ്പോൾ ഇവിടെ സീനിയർ, ഇവിടെ രണ്ട് വ്യക്തികളെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നു എങ്കിലും ചില വാക്കുകൾ, അതായത് സീനിയർ, ഇൻഫീരിയർ, ജൂനിയർ അങ്ങനത്തെ ORൽ അവസാനിക്കുന്ന ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും കണക്റ്റിംഗ് വേർഡായി എന്തുപയോഗിക്കണം?
ടു ഉപയോഗിക്കണം, അല്ല എങ്കിൽ ദാൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, എവരി വൺ പാസ്ഡ് ദ എക്സാമിനേഷൻ ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ എവരി വൺ പാസ്, അപ്പോൾ എന്താണ് പാസ്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ ഡസ് ഒന്നും വരത്തില്ല, ഡിഡേ വരത്തുള്ളൂ. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും, നെഗറ്റീവ് വരും. അപ്പോൾ വരിക ഓപ്ഷൻ സി, ഡിഡിൻറ്റ് ദേ. അടുത്ത ചോദ്യം, ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഏതാ ആർട്ടിക്കിൾ വരിക, ആർട്ടിക്കിൾ ഓപ്ഷൻ എ ആണ് വരിക, ആൻ. ഇവിടെ ഹോണസ്റ്റ് എന്നെങ്കിലും അതിനെ ഉച്ചരിക്കുന്നത് ഓണസ്റ്റ് എന്നാണ്, ഓണസ്റ്റ്. അപ്പോൾ ഓണസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വരാക്ഷരം വരുന്ന ഓ ആണ്. അപ്പോൾ സ്വരാക്ഷരം വരുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ആൻ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിവിടെ ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. അപ്പോൾ ബീസ് തേനീച്ചകളുടെ കൂട്ടം എന്താണ്, സോമാണ്, ഓപ്ഷൻ സി. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ വിയറി. വിയറിയുടെ പര്യായ പദം എന്താണ്, ക്ഷീണിക്കുക, ഓപ്ഷൻ ബി, ടയേർഡ്. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻസ്. ഹാൻഡ് വാക്ക് ഏതാണ്, ഹാൻഡ് കർച്ചീഫ് ആണ്. അപ്പം ഹാൻഡ് കർച്ചീഫിന് ഏതാ വരിക, ഓപ്ഷൻ സി ആണ്, HANDKERCHIEF ആണ് വരിക. അടുത്ത ചോദ്യം, സെലക്ട് ദ സ്യൂട്ടബിൾ ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ അബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻ. പെട്ടെന്നുള്ള തീരുമാനം എടുക്കാനും പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാൻ, അതിനെല്ലാം അതിനെ പറ്റിയുള്ള ഒറ്റ വേർഡ് ഏതാ വരിക, ഓപ്ഷൻ എ ആണ്, അക്യുമെൻ ആണ്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. ഏതാ വരിക, ഓപ്ഷൻ ഡി, കെയിം അക്രോസ്. അതായത് കാണുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്നൊക്കെയാണ് മീനിങ് ഉള്ളത്. വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ കെയിം അക്രോസ് ആൻ ഓൾഡ് ഫ്രണ്ട്. ഇനിയുള്ളത് മലയാളത്തിലെ ചോദ്യങ്ങളാണ്. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാ വരിക, ഓപ്ഷൻ ബി, പ്രസാദിക. പ്രയതി സമാന പദം എന്താണ് വരിക, ഓപ്ഷൻ ബി, ദാനം. ശരിയായ പദം അനാരതം എന്താ വരിക, ഓപ്ഷൻ എ ആണ്, അനാരതം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അനുകരണശീലം. ശരിയായ വാക്യം തന്നിട്ടുള്ളവയിൽ വച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക, അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നതിന് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. ഇവിടെ കവിതകളുടെ ഇത്തരം വായനയിലൂടെയാണ്, അത് വരത്തില്ല, ഇത്തരം കവിതകൾ എന്നേ വരത്തുള്ളൂ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റ പദം ഏതാ വരിക, ഓപ്ഷൻ സി, പ്രതിഷ്ഠാപകൻ. തിക്തം വിപരീത പദം എന്താ വരിക, ഓപ്ഷൻ ഡി, മധുരം. തിക്തം, മധുരം. ജനനിബിഡം വിഗ്രഹിക്കുക ഏതുവരും, ഓപ്ഷൻ എ, ജനങ്ങളാൽ നിബിഡമായത്. അടുത്ത ചോദ്യം, തജ്ജീവിതം പിരിച്ചെഴുതാനാണ്, എങ്ങനെ വരും, തത് പ്ലസ് ജീവിതം. ധന്യം പര്യായപദം എന്താണ്, ഓപ്ഷൻ സി, മരുഭൂമി. അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിലെ ചോദ്യങ്ങൾ. ഇനിയൊരു 10 GK കൂടെയുണ്ട്, അത് വേഗത്തിൽ ഒന്ന് നോക്കാം. ചോദ്യങ്ങൾ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ വരിക ഓപ്ഷൻ ഡി, 1 മാത്രം. അതായത് ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു, അത് ശരിയല്ല. അപ്പോൾ അതാണ് ആൻസറായി വരിക. ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിൻ്റെ വിസർജനത്തിന് കാരണമാകുന്നു. ഡയബറ്റീസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആയ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനിയും ഇത് ആവർത്തിക്കാം. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, 1.1.529. അതൊന്ന് ഓർത്തിരിക്കുക.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂഗുരുത്വം, ഗ്രാവിറ്റി. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം പാസ്കൽ നിയമമാണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ അതിന്റെ 5 മടങ്ങായിരിക്കും, +5d. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന മൗലിക അവകാശമാണ് ഏത്? ഓപ്ഷൻ ഡി, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നു ആരാണ്? രാഷ്ട്രപതി. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാമിതം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് ഈ പദ്ധതി? ഓപ്ഷൻ എ, ആശ്വാസ കിരണം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമോപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? ഏതാണ്? ആദ്യ എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് ആയ എഡ്യൂസെറ്റ് വഴി തന്നെയാണ്. എംപിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കി അതിലൂടെ ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതാണ് പദ്ധതി? ഏതാണ്? ഓപ്ഷൻ സി, സൻസദ് ആദർശ് ഗ്രാമ യോജന. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് വേറെ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.